ഇതൊരു സ്വർഗരാജ്യമല്ല. പല ആളുകളും പല റോങ് കമ്മിറ്റ്മെന്റ്സും കൊടുക്കും. ഇപ്പൊ എന്താണ് റിയാലിറ്റി എന്നുള്ളത്, എന്താണ് അഞ്ജുവിന്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് പറയുന്നത്? വെസ്റ്റേൺ ബാൽക്കൺ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് ഇയർ ഫിസിയോതെറാപ്പി പഠിക്കുന്ന അഞ്ജു ആണ് എൻ്റെ കൂടെ ഉള്ളത്. അഞ്ജു ഇപ്പോൾ 2024 ബാച്ച് അല്ലേ അഞ്ജു അല്ലേ? അപ്പോൾ അഞ്ജുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചോദിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അഞ്ജു എന്തൊക്കെയാ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നാട്ടിലെവിടെയാ സ്ഥലം? നാട്ടിലെ പാലക്കാട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായില്ലേ? സെക്കൻഡ് ഇയർ ആയില്ലേ? എന്താണ് 2 വർഷത്തെ എക്സ്പീരിയൻസ്? ഓൾ ഓവർ അൽബേനിയ എങ്ങനെയുണ്ട്? WB എങ്ങനെയുണ്ട്? അൽബേനിയ WBU എൻ്റെ പെർസ്പെക്റ്റീവിൽ ബെറ്ററാണ്. വേറുള്ള യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ അൽബേനിയ എന്തുകൊണ്ടും ബെറ്ററാണ്. ഐ മീൻ സർവൈവ് ചെയ്യാൻ നമുക്കിവിടെ നിന്ന് ബേസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. ബാക്കിയുള്ള നമ്മുടെ കയ്യിൽ ഐ മീൻ എന്നെപ്പോലൊരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന പിള്ളേർക്ക് ഇവിടെ സർവൈവ് ചെയ്ത് പോവാൻ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ഈ കൺട്രി. അതിപ്പോൾ കൺട്രീനെ പറ്റി പറയുകയാണെങ്കിലും ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിലും അടിപൊളിയാണ്. ഈ ഒരു കൺട്രീനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അധികം വർഷമായിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടി സ്റ്റുഡൻസ് വരുന്നു തുടങ്ങിയിട്ട്. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 10ഓളം യൂണിവേഴ്സിറ്റീസിലേക്ക് ഇപ്പോൾ പിള്ളേർ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പി പഠിക്കാനാണെങ്കിലും നഴ്സിംഗ് പഠിക്കാനാണെങ്കിലും മാനേജ്മെൻറ്റ് സ്റ്റഡീസ് പല കോഴ്സുകൾക്ക് ഇപ്പോൾ ആളുകൾ വരുന്നുണ്ടല്ലോ. ഈ വരുന്ന കുട്ടികൾ സർവൈവ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ട്യൂഷൻ ഫീസ് കുറഞ്ഞത് കൊണ്ടാണോ അഞ്ജു അങ്ങനെ പറഞ്ഞത്? അതല്ല മറ്റുള്ള പാർട്ട് ടൈം ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണോ? നമുക്ക് ബേസിക് ആയിട്ടുള്ള ലിവിങ് എക്സ്പെൻസ് ഇവിടെ വരുന്നുള്ളൂ. അല്ലാതെ നമുക്ക് നാട്ടിലെ പോലെ എക്സ്പെൻസ് ഉള്ളൂ. അതായത് നമുക്ക് ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഓഫ്കോഴ്സ് ട്യൂഷൻ ഫീസ് നമുക്ക് ഇവിടെ വേറെ കൺട്രീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കമ്മിയാണ്, ഓക്കെയാണ്. ബട്ട് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് അതും നമുക്ക് മാനേജബിൾ ആണ്. ഒരു സ്റ്റുഡൻ്റ് ആയി നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലിവിങ് എക്സ്പെൻസും അറ്റ് ദ സെയിം ടൈം ട്യൂഷൻ ഫീസ് കംപ്ലീറ്റ് അല്ല, ബട്ട് നമ്മുടെ ഒരു കോൺട്രിബ്യൂട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റും. എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്? ഇപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ ഓഫ് കോഴ്സ് ഹോസ്റ്റലിലായിരുന്നു, ഡോമിറ്ററിയിലായിരുന്നു, നിങ്ങൾക്ക് ആ ഒരു ഫിക്സ്ഡ് എമൗണ്ട് പേ ചെയ്തു. സെക്കൻഡ് ഇയർ മുതൽ സ്വന്തമായിട്ട് മാറി. അപ്പോൾ എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് ഹോസ്റ്റൽ മന്ത്ലി? ഇപ്പം എനിക്ക് നോക്കുവാണെങ്കിൽ ഞങ്ങൾ ഫോർ ഷെയറിംഗ് ആണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു എക്സ്പെൻസ് പോകുന്നത് റെന്റിന് മാത്രമായിട്ട് ഒരു 10 പോകും. അതായത് 10,000 ഒരു 100 യൂറോ. റെന്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മന്ത്ലി പോകും. ബാക്കിയുള്ളത് എന്റെ പേഴ്സണൽ എക്സ്പെൻസസ് ഒക്കെ ആയിട്ട് പോകും. പിന്നെ അത് മാത്രമല്ലാതെ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, ബസ്, അത് ചെറിയ എമൗണ്ടിൽ വരുന്നത്. അത് ഇപ്പൊ നമുക്ക് സ്റ്റുഡന്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്ക ബസ്സുകളും നമുക്ക് ഫ്രീ ആണ്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ടിറാന ഐ മീൻ ബാഷ്കിയ ടിറാന മുനിസിപ്പാലിറ്റിക്കകത്ത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. യൂണിവേഴ്സിറ്റിക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള എക്സ്പെൻസ് മാത്രം വരും അല്ലേ? അതൊരു നാട്ടിലത്തെ ഒരു 40 രൂപ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ പാർട്ട് ടൈം ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് ഐ മീൻ എഫേർട്ട് എടുക്കാൻ, റിസ്ക് എടുക്കാൻ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും പറ്റില്ല. മറിച്ച് മടി പിടിച്ച് അല്ലെങ്കിൽ പറ്റത്തില്ല അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതുപോലെ സർവീസ് ഈസിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിക്കുന്നത് ശരിക്കും ഫിസിയോതെറാപ്പി അല്ലേ? ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി പല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട് ആഡ് ഓൺ ആയിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇപ്പോൾ കുറച്ച് പേര് ജർമ്മനിയിൽ പോയിരുന്നു ഇവിടുന്ന് ഇന്റേൺഷിപ്പ് ചെയ്യാൻ 5 days 10 days. ഇപ്പോൾ പോയ പിള്ളേർക്ക് അവിടെ ജോബ് ഏകദേശം ഗ്യാരണ്ടിയാണ്. ഇത് കഴിഞ്ഞ് ലാംഗ്വേജ് വേണമെങ്കിൽ അവർ തന്നെ പഠിക്കുന്നുള്ളൊരു സ്കീം പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് വെച്ച് വേണമെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഫിസിയോതെറാപ്പിക്ക് എത്ര പേരുണ്ട്? എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അൽബേനിയൻസിനെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു 13. നിങ്ങളുടെ ബാച്ചിൽ നിങ്ങൾ ചെറിയ ബാച്ച് ആയിട്ടാണല്ലോ ചെയ്യുന്നത് അല്ലേ? 13 സ്റ്റുഡൻസ് ആണല്ലോ ആ ഒരു ബാച്ചിൽ. അതിൽ വേറെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടോ? ഇല്ല, അൽബേനിയൻസ്. നിങ്ങൾക്ക് വീക്കിലി 5 days ക്ലാസ് വരുന്നുണ്ടോ? അതോ എങ്ങനെ? 5 days ഉണ്ട്. നമ്മൾ ഇപ്പം ലൈസൻസിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് മോർണിംഗ് സെക്ഷനിലോട്ട് വെക്കും. ഐ മീൻ ഒരു 9 to ഒരു 10 or 11 സബ്ജക്ട് തരാം. അതുവരെ ഈ നമുക്ക് ലൈസൻസിന്റെ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ റെഗുലർ ക്ലാസ്. വീക്കിലി എത്ര ദിവസം നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ? എല്ലാ ഫ്രൈഡേയും നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. എവറി ഫ്രൈഡേ അല്ലേ? 5 hour നമുക്ക് എല്ലാ വീക്കിലും പ്രാക്ടിക്കൽ. ഇവർക്ക് തന്നെ കുറേ ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, അമേരിക്കൻ ഹോസ്പിറ്റൽ, ഹിഗിയ ഹോസ്പിറ്റൽസ്, അവിടെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് വരുന്നത് അല്ലേ? പിന്നെ ഞങ്ങൾക്ക് ചില സമയത്ത് ക്ലിനിക്കിലും വരും. ഇപ്പൊ കഴിഞ്ഞ വട്ടം എനിക്കൊരു ക്ലിനിക്കിലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏത് ക്ലിനിക്ക്? പുറമേയുള്ള പ്രൈവറ്റ് ക്ലിനിക്കാണ്? ടിറാനയുടെ എൻഡ് ആണെന്ന് തോന്നുന്നു. അവിടെ ടെക്കുറ എന്ന് പറയുന്നത്. ഇവിടെ തന്നെയാണോ? ടിറാന മുനിസിപ്പാലിറ്റി തന്നെയാണോ അതോ പുറത്താണോ? ടിറാന തന്നെയാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഈ എനിക്ക് തോന്നുന്നു 2 months മുന്നേ എങ്ങാണ്ടായിട്ട് ഡ്യൂറസിൽ ഒരു
പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റീഹബിലേഷൻ ഒരു പരിപാടിയായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അറിയാൻ വേണ്ടി ടെക്നിക്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് പിന്നെ ചെയ്യുന്നു. കുറെ കരിയർ ഫെയർ, അതുപോലെ തന്നെ സ്പ്രിംഗ് ഫെസ്റ്റ്, അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽസ് ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെ കുറെ നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി അല്ലേ? ഇപ്പോൾ ഫ്രഷേഴ്സ് പ്രോഗ്രാം, കൾച്ചർ പ്രോഗ്രാംസ് തന്നെ ഒരു നോർമലി നമ്മളുടെ നാട്ടിലൊരു കോളേജിൽ 1-2 ഉണ്ടാവുള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു മിനിമം ഒരു 3-4 പ്രോഗ്രാംസ് അതിന് മേലുണ്ട് അല്ലേ പ്രോഗ്രാം? സ്പ്രിംഗ് ഫെസ്റ്റ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞില്ലേ ഉള്ളൂ, നല്ലതായിരുന്നു അതൊക്കെ. എന്താണ് അഞ്ജുവിന് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്? എനിക്ക് പറയാൻ വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അതായത് ഇതൊരു സ്വർഗരാജ്യമല്ല, ഒരിക്കലും അല്ല. പിന്നെ പല ആളുകളും പല റോങ് കമ്മിറ്റ്മെന്റ്സും കൊടുക്കും. അപ്പൊ എന്താണ് റിയാലിറ്റി എന്നുള്ളത് ശരിക്കും എന്താണ് അഞ്ജുവിന്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് പറയുന്നത്? ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നാമത് കൺട്രി യൂറോപ്യൻ ആണ്, ബട്ട് എക്സാക്ട് ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. അതെ, യൂറോപ്യൻ യൂണിയൻ അല്ല, ഷെങ്കൻ രാജ്യമല്ല അത്. അതെ, അപ്പൊ അതുകൊണ്ട് ലൈക്ക് അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സ് സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാവും, പ്ലേസസ് കാണുമ്പോൾ. ദാറ്റ് ഡസന്റ് മീൻ ഇവിടുത്തെ ആൾക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചറും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാം അങ്ങനെ ആണെന്നല്ല പറയുന്നത്. പിന്നെ ഏതൊരു കൺട്രി ആണെങ്കിലും അതിലതിന്റെ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ UK അല്ലെങ്കിൽ വേറെ ജർമ്മനി, ഇവിടെ ലൈക്ക് ഇവിടൊക്കെ ഓഫ്കോഴ്സ് നമുക്ക് പൈസ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തും ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് നമ്മളെല്ലാവരും കാണാണ്ട് പോകുന്ന ഒരു സൈഡ് അവിടെ ഉണ്ടാവും. നമ്മൾ അവിടെ ചെന്ന് എത്തിയാലും നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങോട്ട് ചെല്ലാം. ബാക്കിയൊക്കെ നമുക്ക് ഓക്കെയാണ്. നമ്മൾ റിസ്ക് എടുക്കാൻ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടി. എന്നിരുന്നാലും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഫീസിന്റെ കാര്യത്തിൽ വളരെ കുറവാണല്ലോ. ഇപ്പോൾ UK യിലും അതുപോലെ ജർമ്മനി, ഫ്രാൻസിലൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഡിഗ്രി പഠിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 14 to 15 euro എക്സ്പെൻസ് ഉണ്ട്. അതിന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 3,500 to 4,000 euro ആണ് വരുന്നുള്ളൂ. ആ ഒരു 15 euroക്ക് എൻ്റയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ബെനിഫിറ്റാണ്. പിന്നെ യൂറോപ്പിലുള്ളതുപോലുള്ള എക്സ്പെൻസ് ഇവിടെ ഇല്ല, പക്ഷേ ഏൺ ചെയ്യാനും പറ്റും. അതേസമയം സ്റ്റുഡൻസ് ഇവിടെ വന്ന് കംപ്ലീറ്റ്ലി പാർട്ട് ടൈമിലോ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് ഡ്രോപ്പ് ആയി പോവുകയും ചെയ്യും. കാരണം മിനിമം 75% നിർബന്ധമായിട്ടും അറ്റൻഡൻസ് ആണ് വേണം. അതാ പറഞ്ഞൊക്കെ നമ്മുടെ കയ്യിലിരിപ്പ് വെച്ച് ഉണ്ടാവും കാര്യങ്ങളൊക്കെ. കാര്യം നമ്മളിപ്പം വിചാരിക്കുകയാണ് ഇവിടെ വന്ന് നാട്ടിൽ നിന്ന് ഇപ്പോൾ മൈൻഡ് ഓക്കെ ആക്കിയിട്ട് ഇവിടെ വന്ന് പാർട്ട് ടൈം ചെയ്യും, നമ്മൾ പഠിക്കുന്നത് ലൈക്ക് നാട്ടിൽ നിന്ന് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് വരാൻ ഈസി ആയിരിക്കും. ബട്ട് ഇത് റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും പറ്റണമെന്നില്ല. അങ്ങനെ പറ്റാണ്ട് പോകുന്ന സ്റ്റുഡൻസ് ആണ് ഈ പറയുന്ന പോലെ അവരുടെ. ബട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയണ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം അവരുടെ മേ ബി ഫിനാൻഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് രീതി അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ട് അങ്ങനെ അവർ ചെയ്യുന്നു. പിന്നെ ക്ലൈമറ്റിന്റെ കേസ് എടുത്താലും എക്സ്ട്രീം കോൾഡ് അല്ല, മറ്റുള്ള ഒരു എനിക്ക് തോന്നുന്നത് മൈനസിലോട്ടൊന്നും പോകാറില്ല. മൈനസിലോട്ട് ഈ ഒരു കഴിഞ്ഞ വട്ടം പോയായിരുന്നു, ബട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതെ. അഞ്ജു, എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ, താങ്ക് യു.